Dear students, today we move on our next module, Module 5. Here is the syllabus: air conditioning, meaning and utility, comfort and industrial air conditioning, then psychometric properties like humidity, specific humidity, absolute humidity, relative humidity, degree of saturation, etc. Then psychometers, then thermodynamic wet bulb temperature, psychometric chart, then different psychometric process, then RSHF, GSHF lines, design conditions, apparent dew point temperature, etc. Then last topic, comfort air conditioning and factors affecting human comfort, then effective temperature, comfort chart, etc. അപ്പോൾ നമ്മുടെ മോഡ്യൂൾ 5 സ്റ്റാർട്ട് ചെയ്തു. മോഡ്യൂൾ 5 നമ്മൾ മെയിനായിട്ട് ഡീൽ ചെയ്യുക ആദ്യത്തെ ഒരു പോർഷൻ എന്ന് പറയുന്നത് സൈക്കോമെട്രി എന്ന് പറയുന്നത് എന്താണ്, ദെൻ സൈക്കോമെട്രിക് പ്രോസസ്സ് പറയും. അതിനുശേഷം നമ്മൾ എയർ കണ്ടീഷനിങ്ങിലേക്ക് കിടക്കും. എല്ലാ എയർ കണ്ടീഷനിങ്ങിനെക്കുറിച്ചും ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയയിലേക്ക് പോയി. ദെൻ സമ്മർ എയർ കണ്ടീഷനിങ്ങും അതിൻ്റെ പ്രോബ്ലംസും ഫോക്കസ് ചെയ്യും. അപ്പോൾ അതാണ് ഈ ഒരു സിലബസിൻ്റെ ഉള്ളടക്കം. ദെൻ ആദ്യം നമുക്ക് സൈക്കോമെട്രിയിലേക്ക് പോകാം. ഇപ്പോൾ ഈ ഇമേജിൽ കാണിക്കുന്ന പോലെ തന്നെ ഈ ഇമേജിൽ ഡ്യൂ ഫോർമേഷനാണ്, അല്ലെങ്കിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. നമ്മൾ രാവിലെ ഒക്കെ നോക്കുകയാണെങ്കിൽ ചിലന്തിവല അല്ലെങ്കിൽ ചെടികളിലൊക്കെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാകും. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് അതൊക്കെ ഉണ്ടാകുന്നത്? അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം എന്താണ് സൈക്കോമെട്രി? It is an engineering science that deals with the study of behavior of moist air, that is dry air plus water vapor mixture. അതായത് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയർ എടുക്കുന്നു. അപ്പോൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് എയർ എടുത്താൽ ആ എയറിനകത്ത് ഓക്സിജൻ ഉണ്ടാകും, നൈട്രജൻ ഉണ്ടാകും, ആർഗൺ ഉണ്ടാകും, ഹീലിയം ഉണ്ടാകും, ഇതൊക്കെ ഉണ്ടാകും. പ്ലസ് വാട്ടർ വേപ്പറും ഉണ്ടാകും, അതായത് മോയ്സ്ചർ ഉണ്ടാകും. ഓക്കെ, അങ്ങനെയുള്ള ആ വാട്ടർ വേപ്പർ ഉള്ള ആ എയറിനെ കുറിച്ച് നടത്തുന്ന സ്റ്റഡിയാണ് സൈക്കോമെട്രി. ഇറ്റ് ഈസ് ആൻ എൻജിനീയറിംഗ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ബിഹേവിയർ ഓഫ് മോയിസ്റ്റ് എയർ. അപ്പോൾ മോയിസ്റ്റ് എയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന എയറിനകത്ത് എയർ ഉണ്ടാകും, അതായത് ഓക്സിജൻ, നൈട്രജൻ അതൊക്കെ ഉണ്ടാകും, പ്ലസ് വാട്ടർ വേപ്പറും ഉണ്ടാകും. The amount of water vapor in air plays important role in both comfort and industrial air conditioning. ഇപ്പം നമുക്കറിയാം, നമ്മൾ വീടുകളിലൊക്കെയും അല്ലെങ്കിൽ തിയേറ്ററുണ്ട്, മാളുണ്ട്, ഓഡിറ്റോറിയംസ് ഉണ്ട്, ഇവിടെയൊക്കെ നമ്മൾ എയർ കണ്ടീഷനിങ് യൂസ് ചെയ്യും. ഹ്യൂമൻസിന് വേണ്ടിയുള്ള എയർ കണ്ടീഷനിങ്ങിനെയാണ് നമ്മൾ കംഫർട്ട് എയർ കണ്ടീഷനിങ് എന്ന് പറയുക. അതോടൊപ്പം തന്നെ നമുക്ക് ഇൻഡസ്ട്രിയൽ പർപ്പസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം വർക്ക് സ്റ്റേഷൻസ് ഉണ്ടാകും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലെ ഒരു പർട്ടിക്കുലർ ഏരിയ നമുക്കൊരു സ്പെസിഫിക് ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കേസൊക്കെ ഉണ്ടാകും. അപ്പോൾ അവിടെ നമ്മൾ എയർ കണ്ടീഷനിങ് യൂസ് ചെയ്യും. അവിടെ എന്ന് പറയുമ്പം ഹ്യൂമൻ കംഫർട്ട് അല്ല, മറിച്ച് ആ ഒരു ആപ്ലിക്കേഷൻ എന്താണോ ആപ്ലിക്കേഷന് വേണ്ടിയുള്ള ഒരു ടെമ്പറേച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു റൂം കണ്ടീഷൻ ആയിരിക്കും അവിടെ സെറ്റ് ചെയ്യുക. ഉദാഹരണം സെർവേഴ്സൊക്കെ ഇരിക്കുന്ന റൂമാണെങ്കിൽ അവിടെ ഹ്യൂമൻ കംഫർട്ട്, അതായത് ഹ്യൂമന് കംഫർട്ട് വേണ്ട ആ ഒരു രീതിയിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ ക്ലൈമറ്റ് ആയിരിക്കില്ല ഉണ്ടാവുക, മറിച്ച് ആ കമ്പ്യൂട്ടർ അതിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ്, ആ ഹീറ്റിനെ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ സെർവേഴ്സ് അതെല്ലാം ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം. അപ്പോൾ ആ ഒരു കണ്ടീഷന് വേണ്ടി സ്യൂട്ടബിൾ ആകുന്ന ഒരു അറ്റ്മോസ്ഫിയർ, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻഡ് ആയിട്ടുള്ള എയർ സപ്ലൈ ചെയ്യുകയായിരിക്കും ആ ഒരു എയർ കണ്ടീഷനിങ് ചെയ്യുക. മറിച്ച് കംഫർട്ട് എയർ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ കംഫർട്ട്, ഹ്യൂമന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ടെമ്പറേച്ചർ, ഒരു ഹ്യൂമിഡിറ്റി, നല്ല സ്മെല്ല്, അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള എയർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഹ്യൂമൻ കംഫർട്ടിന് ആവശ്യമായ കാര്യങ്ങളുള്ള ഒരു ആർട്ടിഫിഷ്യൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കംഫർട്ട് എയർ കണ്ടീഷനിങ്ങിൻ്റെ ഉത്തരവാദിത്തം. ദെൻ നമുക്ക് നോക്കിക്കഴിഞ്ഞടുത്ത് എയർ ഈസ് എ മിക്സ്ചർ ഓഫ് നൈട്രജൻ, ഓക്സിജൻ ആൻഡ് സ്മോൾ എമൗണ്ട്സ് ഓഫ് സം അതർ ഗ്യാസസ്. Air in the atmosphere normally contains some water vapor or moisture and is referred to as atmospheric air. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എയറിനകത്ത് എല്ലാ ഗ്യാസസും ഉണ്ട്, അതോടൊപ്പം തന്നെ വാട്ടർ വേപ്പറും ഉണ്ട്. ദെൻ എയർ ദാറ്റ് കണ്ടെയ്ൻസ് നോ വാട്ടർ വേപ്പർ ഈസ് കോൾഡ് ഡ്രൈ എയർ.
അപ്പോൾ എയറിനകത്ത് വാട്ടർ വേപ്പർ ഇല്ല എന്നൊരു കണ്ടീഷനുള്ള എയർ ആണെങ്കിൽ ആ എയറിനെ ഡ്രൈ എയർ എന്ന് വിളിക്കും. ഇനി ആ എയറിനകത്ത് വാട്ടർ വേപ്പർ ഉണ്ട് എങ്കിൽ ആ എയറിനെ മോയിസ്റ്റ് എയർ എന്ന് വിളിക്കും. അപ്പോൾ നമ്മളിനി സൈക്കോമെട്രിയിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസുകളാണ്. ഇപ്പോൾ സൈക്കോമെട്രി എന്ന് പറഞ്ഞാൽ ഈ മോയിസ്റ്റ് എയർ, അതായത് എയറിനകത്തുള്ള വാട്ടർ വേപ്പർ, ആ ഒരു കോമ്പിനേഷൻ അതിനെക്കുറിച്ച് നടത്തുന്ന ഒരു സ്റ്റഡിയാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ ഗ്രാജ്വലി മനസ്സിലാക്കും. അപ്പോൾ ആദ്യം ഡ്രൈ എയർ. എയർ കണ്ടെയ്ൻസ് നോ വാട്ടർ വേപ്പർ. മോയിസ്റ്റ് എയർ എന്ന് പറഞ്ഞാൽ ദ മിക്സ്ചർ ഓഫ് ഡ്രൈ എയർ ആൻഡ് വാട്ടർ വേപ്പർ. എയറിനകത്ത് വാട്ടർ വേപ്പർ ഉള്ള ആ മിക്സ്ചറിനെയാണ് മോയിസ്റ്റ് എയർ എന്ന് പറയുക. ദെൻ സാറ്റുറേറ്റഡ് എയർ. എയർ വിച്ച് കണ്ടെയ്ൻസ് മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ വിച്ച് എയർ ക്യാൻ ഹോൾഡ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോൾ സാറ്റുറേറ്റഡ് എയർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു പർട്ടിക്കുലർ എമൗണ്ട് എയർ എടുത്തു, ഒരു പർട്ടിക്കുലർ വോളിയം എയർ എടുത്തു. ആ എയറിനകത്ത്, ആ എയർ എന്ന് പറയുന്നത് മോയിസ്റ്റ് എയർ ആണ്, കാരണം അതിനകത്ത് കുറച്ച് എമൗണ്ട് വാട്ടർ വേപ്പർ ഉണ്ട്. ഇനിയും നമ്മൾ അതിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്നു എന്ന് കരുതുക, ഏതെങ്കിലും ഒരു രീതിയിൽ അതിനകത്തേക്ക് വാട്ടർ ആഡ് ചെയ്യുന്നു എന്ന് കരുതുക, അതായത് വാട്ടർ വേപ്പർ ഫോമിൽ ആഡ് ചെയ്യുന്നു എന്ന് കരുതുക. അപ്പോൾ എന്ത് ചെയ്യും? ഗ്രാജ്വലി അതിനകത്തുള്ള ആ നമ്മളെടുത്ത വോളിയത്തിനകത്തുള്ള വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ട് കൂടുന്നു. അങ്ങനെ കൂടി ഒരു ലിമിറ്റ്, ഒരു സാറ്റുറേറ്റഡ് സ്റ്റേറ്റ് വരെ മാക്സിമം എത്തിക്കാൻ പറ്റിയാൽ ആ എയറിനെ വിളിക്കുന്ന പേരാണ് സാറ്റുറേറ്റഡ് എയർ. ഓക്കെ. ദെൻ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്താണെന്ന് നോക്കാം. The total pressure exerted by the mixture of air and water vapor is equal to the sum of the pressures which each constituent would exert if it occupied the same space by itself. അതായത് നമ്മളൊരു മിക്സ്ചർ ഓഫ് ഗ്യാസസ് എടുത്തു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അതിൻ്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഓരോ കമ്പോണൻസും, അതായത് ഓരോ ഗ്യാസിൻ്റെയും പാർഷ്യൽ പ്രഷറിൻ്റെ സമ്മായിരിക്കുമെന്നാണ് ഡാൾട്ടൺ പറയുക. അപ്പോൾ നമുക്ക് മോയിസ്റ്റ് എയർ എടുക്കാം. ആ മോയിസ്റ്റ് എയറിനകത്ത് ഡ്രൈ എയർ ഉണ്ട്, അതോടൊപ്പം തന്നെ വാട്ടർ വേപ്പർ ഉണ്ട്. സോ ദ ടോട്ടൽ പ്രഷർ എക്സൈറ്റഡ് ബൈ ദ എയർ ആൻഡ് വാട്ടർ വേപ്പർ മിക്സ്ചർ ഈസ് ഈക്വൽ ടു ദ ബാരോമെട്രിക് പ്രഷർ. അപ്പോൾ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഒരു 180 ഉള്ള അല്ലെങ്കിൽ 180 കണ്ടീഷനുള്ള ഒരു എയർ എടുക്കുന്നു കരുതുക. ആ എയറിനകത്ത് ഡ്രൈ എയർ ഉണ്ട്, അതോടൊപ്പം തന്നെ മോയിസ്റ്റ് എയറും ഉണ്ട്. ഡ്രൈ എയറും ഉണ്ട്, അതോടൊപ്പം തന്നെ ആ മോയിസ്റ്റ് എയറും, അതിനകത്ത് വാട്ടർ വേപ്പറും ഉണ്ട്. അപ്പോൾ നമ്മളെടുക്കുന്ന ആ ഒരു എയറിനകത്തെ ഡ്രൈ എയർ മൂലം ഉണ്ടാകുന്ന ആ പ്രഷർ, അതിനെയാണ് നമ്മൾ PA എന്ന് വിളിക്കുക. അതുപോലെ തന്നെ ആ എയറിനകത്ത് വാട്ടർ വേപ്പറുണ്ട്, ആ വാട്ടർ വേപ്പർ മൂലം ഉണ്ടാകുന്ന പ്രഷറിനെ PV എന്ന് വിളിക്കുന്നു. ഓക്കെ. അപ്പോൾ PA എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഡ്രൈ എയർ, PV എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ. അപ്പോൾ ഇത് രണ്ടും കൂടെ സം ചെയ്യുന്നു. കാരണം നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എടുക്കുന്ന എയറിനകത്ത് ഡ്രൈ എയർ ഉണ്ട്, അതിനകത്ത് ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ബാക്കി കമ്പോണൻസ് ഒക്കെ ഉണ്ട്, പ്ലസ് വാട്ടർ വേപ്പർ ഉണ്ട്. അപ്പോൾ ഈ ഡ്രൈ എയർ മൂലം ഉണ്ടാകുന്ന പാർഷ്യൽ പ്രഷർ പ്ലസ് നമ്മുടെ വാട്ടർ വേപ്പർ മൂലം ഉണ്ടാകുന്ന പാർഷ്യൽ പ്രഷർ, ഇതിനെ സം എടുത്താൽ അതെന്ന് പറയുന്നത് ബാരോമെട്രിക് പ്രഷർ ആയിരിക്കും, അല്ലെങ്കിൽ ആംബിയൻ പ്രഷർ എന്താവും അതായിരിക്കും. ഓക്കെ. അപ്പോൾ ഡാൾട്ടൺ ലോ എന്താണോ അത് നമ്മൾ നമ്മുടെ മോയിസ്റ്റ് എയർ അതിൻ്റെ കേസിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ എയറിനകത്ത് കുറച്ച് എമൗണ്ട് ഡ്രൈ എയർ ഉണ്ട്, പിന്നെ കുറച്ച് എമൗണ്ട് വാട്ടർ വേപ്പറും ഉണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും പാർഷ്യൽ പ്രഷറിൻ്റെ സം എന്ന് പറയുന്നത് ടോട്ടൽ പ്രഷർ ആയിരിക്കും, അത് ബാരോമെട്രിക് പ്രഷർ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് പറയുന്നത്, PV എന്തിനാണ്, PA എന്തിനാണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ വഴിയെ മനസ്സിലാക്കും, കാരണം അതിനെല്ലാം വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി അടുത്ത ഒരു ടേമാണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. അപ്പോൾ നമ്മളിനി അങ്ങോട്ട് ഈ ഒരു ചാപ്റ്റർ മുഴുവൻ നമ്മൾ ഡീൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ? അപ്പോൾ നമ്മൾ ഒരു എയർ, ആ എയറിലേക്ക് നമ്മൾ സാധാരണ ഒരു ഓർഡിനറി തെർമോമീറ്റർ വെച്ച് ആ എയറിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നു. ആ എയറിനകത്ത് വാട്ടർ വേപ്പറൊക്കെ ഉണ്ട്. അപ്പോൾ ആ എയറിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ സാധാരണ ഒരു ഓർഡിനറി തെർമോമീറ്റർ വെച്ച് മെഷർ ചെയ്യുകയാണെങ്കിൽ ആ ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. എന്ന് പറഞ്ഞാൽ ആ തെർമോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്ന തെർമോമീറ്ററിൻ്റെ ബൾബ് ഡ്രൈ ആണ്,
അപ്പോൾ കാണിക്കുന്ന റീഡിങ് എന്താണോ അതാണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. അപ്പോൾ അതാണ് ഈ പറയുന്നത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. ദ ടെമ്പറേച്ചർ ഓഫ് എയർ മെഷേർഡ് ബൈ ഓർഡിനറി തെർമോമീറ്റർ. അപ്പം നമ്മളത് ഡിനോട്ട് ചെയ്യുക ടി ഡി എന്നോ ടി ഡി ബി എന്നോ ആയിരിക്കും നമ്മൾ അത് ഡിനോട്ട് ചെയ്യുക. ഇനി അടുത്ത ടേമാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. ആ പേരിൽ തന്നെയുണ്ട് തെർമോമീറ്ററിൻ്റെ ബൾബ് വെറ്റായിട്ടിരിക്കുന്നു. അതാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഡയഗ്രാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ തെർമോമീറ്റർ ഉണ്ട്. ആ തെർമോമീറ്ററിൻ്റെ ബൾബ് നമ്മളൊരു നനഞ്ഞ വിക്ക്, ഒരു നനഞ്ഞ കോട്ടൺ തുണിയോ എല്ലാം കൊണ്ട് പൊതിയുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ എയറിനെ ആ ഒരു ബൾബിന് പുറത്തൂടെ ഫ്ലോ ചെയ്യിക്കുന്നു. അപ്പോൾ ബൾബ് ഓൾറെഡി നനഞ്ഞ തുണിയും കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. അതിനുശേഷം നമ്മൾ ആ തെർമോമീറ്ററിൻ്റെ പുറത്തൂടെ എയറിനെ ഫ്ലോ ചെയ്യിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണോ ടെമ്പറേച്ചർ കാണിക്കുന്നത് ആ ടെമ്പറേച്ചറിനെയാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുക. ദ ടെമ്പറേച്ചർ ഓഫ് എയർ റെക്കോർഡഡ് ബൈ എ തെർമോമീറ്റർ വെൻ ഇറ്റ്സ് ബൾബ് ഈസ് കവേർഡ് ബൈ എ വെറ്റ് ക്ലോത്ത് എക്സ്പോസ്ഡ് ടു ദ എയർ. അപ്പോൾ അതിനെ നമ്മൾ TW എന്നോ അല്ലെങ്കിൽ TWB എന്നോ വിളിക്കും. അപ്പോൾ ഈ ഡ്രൈ ബൾബും വെറ്റ് ബൾബും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡ്രൈ ബൾബ് എന്ന് പറയുമ്പം ബൾബിൽ നനഞ്ഞല്ല ഇരിക്കുന്നത്, ബൾബ് വെറ്റല്ല ഇരിക്കുന്നത്, ബൾബ് ഡ്രൈ ആയിട്ടിരിക്കുന്നു. വെറ്റ് ബൾബ് എന്ന് പറയുമ്പം ബൾബ് വെറ്റായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് ടെമ്പറേച്ചറും റീഡിങ് വ്യത്യാസമായിരിക്കുമോ എന്നൊരു ചോദ്യം. അതായത് നമുക്ക് വെറ്റ് ബൾബിൻ്റെ കേസെടുക്കാം. അതായത് നമ്മൾ തെർമോമീറ്ററിൻ്റെ ബൾബ് വെറ്റായിട്ടിരിക്കുന്നു. ആ കേസിൽ നമ്മൾ എയർ ഫ്ലോ ചെയ്യിക്കുന്ന സമയത്ത് എയറിനകത്ത് മോയ്സ്ചർ കണ്ടൻറ്റ്, അതായത് വാട്ടർ വേപ്പർ കണ്ടൻറ്റ് വളരെ കുറവാണ് എന്ന് കരുതുക. അപ്പോൾ വാട്ടർ വേപ്പർ കണ്ടൻറ്റ് വളരെ കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ നനഞ്ഞ വിക്കിൽ കൂടെ അല്ലെങ്കിൽ നനഞ്ഞ തുണിയിൽ കൂടെ ഈ എയർ ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? വാട്ടർ വേപ്പർ ഇവാപ്പറേറ്റ് ചെയ്യും. ആ ഇവാപ്പറേറ്റ് ചെയ്യുന്ന വാട്ടർ വേപ്പർ ഈ എയർ അബ്സോർബ് ചെയ്യും. അങ്ങനെ എയർ അബ്സോർബ് ചെയ്തുകൊണ്ട് പോകും. കാരണം എയറിനകത്ത് ഓൾറെഡി വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ട് വളരെ കുറവാണ്. അതുകൊണ്ട് കൂടുതൽ വാട്ടർ വേപ്പർ എയറിലേക്ക് മാറും. അപ്പം അത്തരത്തിൽ എയറിലേക്ക് വാട്ടർ വേപ്പർ വരണമെങ്കിൽ എന്ത് സംഭവിക്കും? ഈ നനഞ്ഞ തുണിയിലുള്ള വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകണം. അങ്ങനെ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ഏരിയ തണുക്കുന്നു. കാരണം എവിടെയാണോ ആ വാട്ടർ ഉള്ളത് ആ വാട്ടറുള്ള വേപ്പർ ഫോമിലേക്ക് മാറണമെങ്കിൽ അതിന് ലേറ്റൻ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്യണം. അപ്പോൾ അത്തരത്തിൽ ലേറ്റൻ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് തുണി തണുക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ബൾബ് ഒന്നും കൂടെ തണുക്കുന്നു. ബൾബ് തണുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ ഡ്രോപ്പ് ഉണ്ടായത് എത്രയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് ആദ്യം വെച്ചിരിക്കുന്ന വാല്യൂ, അതിനുശേഷം എയർ ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്തുമാത്രം ഉണ്ടായി ആ ടെമ്പറേച്ചറിന് വ്യത്യാസമെന്ന് മനസ്സിലാകും. ഫസ്റ്റ് കേസ് അതാണ്. രണ്ടാമത്തെ കേസ് എടുക്കുന്നു. നമ്മൾ ഫ്ലോ ചെയ്യിക്കുന്ന എയറിനകത്ത് ഇഷ്ടംപോലെ വാട്ടർ വേപ്പർ ഉണ്ട് എന്ന് കരുതുക. ഇനി വാട്ടർ വേപ്പർ അധികം ആവശ്യമില്ല എന്ന് കരുതുക. അപ്പം അങ്ങനെയുള്ള ഒരു എയറാണ് അതിന് പുറത്തൂടെ നമ്മുടെ തെർമോമീറ്ററിന് പുറത്തൂടെ ഫ്ലോ ചെയ്യുമെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ കുറച്ച് വാട്ടർ വേപ്പർ, വളരെ കുറച്ച് വാട്ടർ വേപ്പർ മാത്രമേ ഈ എയറിലേക്ക് പോകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഇവാപ്പറേഷൻ റേറ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ തെർമോമീറ്ററിനുണ്ടാകുന്ന ആ ടെമ്പറേച്ചർ വേരിയേഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. ഓക്കെ, ഇനി ലാസ്റ്റ് കേസ്, അതായത് നമ്മൾ സപ്ലൈ ചെയ്യുന്ന എയർ എന്ന് പറയുന്നത് ഒരു സാറ്റുറേറ്റഡ് എയറാണ്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് 100% അതിന് ഫില്ല് ചെയ്യാൻ പറ്റുന്ന അത്രയും വാട്ടർ വേപ്പർ ഉണ്ട്. ഇനി ഈ വാട്ടർ വേപ്പർ ആവശ്യമില്ല. അപ്പോൾ അത്തരത്തിലൊരു എയറാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഇവാപ്പറേഷൻ റേറ്റ് നടക്കുന്നില്ല. ഇവാപ്പറേഷൻ റേറ്റ് നടക്കാതെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ബൾബിൻ്റെ ടെമ്പറേച്ചറിന് വ്യത്യാസം ഉണ്ടാകത്തില്ല. കാരണം വിക്ക് തണുക്കുന്ന ഇവാപ്പറേഷൻ വന്നാലേ വിക്ക് തണുക്കത്തുള്ളൂ. വിക്ക് തണുത്താലേ ബൾബ് തണുക്കൂ. എങ്കിലേ കറസ്പോണ്ടിങ് ആയിട്ട് ടെമ്പറേച്ചറിന് ഒരു വേരിയേഷൻ കാണിക്കൂ. പക്ഷേ ഇവിടെ ഇവാപ്പറേഷൻ നടക്കുന്നില്ല. വാട്ടർ വേപ്പർ ഫോമിലേക്ക് മാറി എയറിലേക്ക് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആ കേസിൽ നമുക്ക് ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാകുന്നില്ല. ഒരു സാറ്റുറേറ്റഡ് എയറാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഈ വെറ്റ് ബൾബ് റീഡിങ് എന്ന് പറയുന്നത് ഡ്രൈ ബൾബ് റീഡിങ് എന്താണോ അത് തന്നെയായിരിക്കും വെറ്റ് ബൾബ്. കാരണം അവത്തിൽ നിന്നൊരു വ്യത്യാസം ഉണ്ടാകുന്നില്ല, ഇവാപ്പറേഷൻ നടക്കുന്നില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഡ്രൈ ബൾബും വെറ്റ് ബൾബും കമ്പയർ ചെയ്തുകൊണ്ട് നമ്മുടെ എയർ
എത്രമാത്രം അതിനകത്ത് വാട്ടർ വേപ്പർ കണ്ടൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അത് വാട്ടർ വേപ്പർ കണ്ടൻറ്റ് ഉള്ളതാണോ, അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി കൂടിയ എയർ ആണോ ഹ്യൂമിഡിറ്റി കുറഞ്ഞ എയർ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഹ്യൂമിഡിറ്റി വളരെ കൂടിയ അല്ലെങ്കിൽ വാട്ടർ വേപ്പർ കണ്ടൻറ്റ് വളരെ കൂടുതലുള്ള എയർ ആണെങ്കിൽ ഈ ഡ്രൈ ബൾബും വെറ്റ് ബൾബും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ട് ഉണ്ടാവില്ല. അതേസമയം ഹ്യൂമിഡിറ്റി വളരെ കുറഞ്ഞ അല്ലെങ്കിൽ വാട്ടർ വേപ്പർ കണ്ടൻറ്റ് വളരെ കുറവുള്ള എയർ ആണ് ഫ്ലോ ചെയ്യുന്നത് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഡ്രൈ ബൾബും വെറ്റ് ബൾബും തമ്മിലുള്ള ഡിഫറൻസ് വളരെ കൂടുതലായിരിക്കും. ഇനി അതുപോലെ തന്നെ സാറ്റുറേറ്റഡ് എയർ ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഡ്രൈ ബൾബും വെറ്റ് ബൾബും എന്നും പറയുന്നതും സെയിം ആയിരിക്കും, കാരണം ഇവാപറേഷൻ നടക്കുന്നില്ല. അപ്പോൾ അതാണ് ഡ്രൈ ബൾബിൻ്റെയും വെറ്റ് ബൾബിൻ്റെയും ഇമ്പോർട്ടൻസ്. ഇനി വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞത് ആ ഡിഫറൻസ് ആണ്. ഡ്രൈ ബൾബും വെറ്റ് ബൾബും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് പറയുക. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓഫ് ദ എയർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് പറയുന്നത് കൂടുതലാണെങ്കിൽ നമുക്ക് മനസ്സിലായി എയറിനകത്തുള്ള വാട്ടർ വേപ്പർ കണ്ടൻറ്റ് വളരെ കുറവാണ്. വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ നമുക്ക് മനസ്സിലായി ഡ്രൈ ബൾബും വെറ്റ് ബൾബും സെയിം ആണ്, കാരണം ഫ്ലോ ചെയ്ത എയർ സാറ്റുറേറ്റഡ് എയർ ആണ് എന്ന്. അപ്പോൾ അതാണ് ഈ ഒരു ടേംസുകൾ. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. നമ്മൾ സൈക്കോമെട്രി പറയാൻ നേരത്ത് ആ ചിലന്തി വലയിൽ സ്പൈഡർ വെബിൽ നമ്മൾ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കണ്ടു. അതിന് കാരണം എന്താണെന്ന് നമ്മൾ പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് ഇനി പറയാൻ പോവുക. ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ ആ പേരിൽ തന്നെയുണ്ട്. ഡ്യൂ ഉണ്ടാകുന്ന, ഡ്യൂ ഫോർമേഷൻ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ. അപ്പോൾ അതിനെ നമ്മൾ TDP എന്ന് വിളിക്കും. DP മീൻസ് ഡ്യൂ പോയിൻ്റ്. It is the temperature of air recorded by a thermometer when the moisture, that is water vapor, present in it begins to condense. അതായത് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കുറച്ച് എയറിനെ എടുക്കുന്നു. ആ എയറിനെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ കൂൾ ചെയ്യുന്നു എന്ന് കരുതുക. അങ്ങനെ കൂൾ ചെയ്യുമ്പോൾ ആ എയറിനകത്തുള്ള വാട്ടർ വേപ്പർ കണ്ടൻറ്റ് എപ്പോഴാണോ കണ്ടൻസ് ചെയ്യാൻ തുടങ്ങുന്നത് ആ ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. ഇനി നമുക്ക് അത് ഏത് രീതിയിൽ നമുക്കൊരു ഗ്രാഫൊക്കെ വെച്ച് അല്ലെങ്കിൽ നമുക്കതൊരു ഡയഗ്രാം വെച്ച് മനസ്സിലാക്കണം എന്താണ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ, അതെന്താണ് നമുക്ക് തെർമോഡൈനാമിക്കലി മീൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ജസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ വാട്ടർ വേപ്പർ, എയറിനകത്തുള്ള വാട്ടർ വേപ്പർ എപ്പോഴാണോ കണ്ടൻസ് ചെയ്യാൻ തുടങ്ങുന്നത് അതാണ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. അപ്പോൾ അത് വേറൊരു രീതിയിൽ നമ്മൾ പറയും, ഇറ്റ് ഈസ് ദ സാറ്റുറേഷൻ ടെമ്പറേച്ചർ കറസ്പോണ്ടിങ് ടു ദ പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ. അപ്പോൾ അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം നോക്കുക. അപ്പോൾ ഇത് ആണ് നമ്മുടെ കർവ്. അതായത് ഈ കർവ് എന്ന് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാട്ടറിൻ്റെ ഫേസ് ചേഞ്ച് ഉണ്ടാകുന്നതാണ് ഈ കാണിക്കുന്നത്. ഐസിന്ന് 0 ഡിഗ്രി സെൽഷ്യസ് ഐസിൽ നിന്ന് 0 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ ആകുന്നു. 0 ഡിഗ്രി സെൽഷ്യസ് വാട്ടറിൽ നിന്ന് 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ലിക്വിഡായി മാറുന്നു. 100 ഡിഗ്രി സെൽഷ്യസിലുള്ള ലിക്വിഡിൽ നിന്ന് 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വേപ്പർ ആകുന്നു. അത്തരത്തിൽ ഫേസ് ചേഞ്ച് ഉണ്ടാകുന്നു. അപ്പോൾ ഈ പറഞ്ഞ ടെമ്പറേച്ചറിലൊക്കെയും 1 atm കറസ്പോണ്ടിങ് ആയിട്ടാണ്. ഇതുപോലെ പ്രഷർ മാറുന്നു. പ്രഷർ കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിനനുസരിച്ച് ആ ലേറ്റൻ്റ് ഹീറ്റ് മാറുന്നു. അങ്ങനെ നമ്മൾ സാറ്റുറേറ്റഡ് ലിക്വിഡ് ലൈനുകളെല്ലാം ജോയിൻ ചെയ്യുന്നതാണ് ഈ ഒരു പോർഷൻ. സാറ്റുറേറ്റഡ് വേപ്പർ ലൈനുകളെല്ലാം ജോയിൻ ചെയ്യുന്നതാണ് ഈ കാണുന്ന ലൈൻ. ഇതാണ് ക്രിട്ടിക്കൽ പോയിൻ്റ്. അപ്പോൾ നമ്മൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിലൊക്കെ നമ്മൾ കണ്ട അതേ കാര്യം തന്നെ വാട്ടറിൻ്റെ രീതിയിൽ നമ്മൾ ഈ കർവ് പറയുന്നു എന്ന് മാത്രം. എനിവേ നമ്മൾ ആംബിയൻ്റിൽ നിന്ന്, അതായത് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കുറച്ച് എയർ എടുക്കുന്നു. ആ എയറിനകത്ത് വാട്ടർ വേപ്പർ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ട് വളരെ കുറവാണെന്ന് കരുതുക. മിക്കവാറും കേസിൽ വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും. ബാക്കി ഡ്രൈ എയറിൻ്റെ എമൗണ്ട് ആയിരിക്കും വളരെ കൂടുതൽ. അപ്പോൾ നമ്മൾ എടുക്കുന്ന വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ട് വളരെ കുറവായതുകൊണ്ട് തന്നെ വാട്ടർ വേപ്പർ മൂലം ഉണ്ടാകുന്ന പാർഷ്യൽ പ്രഷർ, അതായത് PV എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. ഓക്കെ, നമുക്കറിയാം പ്രഷർ കുറയും തോറും ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് കുറയും.
അപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ എയർ, ആ എയറിനകത്തുള്ള വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ട് വളരെ കുറവായതുകൊണ്ട് തന്നെ ആ വാട്ടർ വേപ്പർ മൂലം ഉണ്ടാകുന്ന പ്രഷർ, അതിൻ്റെ പാർഷ്യൽ പ്രഷറായ പി വി കുറവായിരിക്കും. പി വി കുറയുക മീൻസ് ബോയിലിംഗ് പോയിൻറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രഷറും ബോയിലിംഗ് പോയിൻറ്റും തമ്മിൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. പ്രഷർ കൂടുന്തോറും ബോയിലിംഗ് പോയിൻറ്റ് കുറയുന്നു, പ്രഷർ കുറയും തോറും ബോയിലിംഗ് പോയിൻറ്റ് കുറയുന്നു. അപ്പോൾ പി വി എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ പ്രഷറാണ്. വളരെ കുറഞ്ഞ പ്രഷർ ആയതുകൊണ്ട് തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. മേ ബി നമ്മൾ പി വി വളരെ ചെറുതാണ്, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കി തരാം. പി വി വളരെ ചെറുതായതുകൊണ്ട് ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു 15-16 ഡിഗ്രി സെൽഷ്യസ് ആകാം മേ ബി. അത് പ്രോബ്ലത്തിലൂടെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആംബിയൻ്റ് എയർ എന്ന് പറയുന്നത് ഒരു 27 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ന് കരുതുക. അതായത് നമ്മൾ എടുക്കുന്ന ആംബിയൻ്റ് എയർ 27 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇനി അതിനകത്തുള്ള ആ എയറിനകത്തുള്ള വാട്ടർ വേപ്പറിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ആ പാർഷ്യൽ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ബോയിൽ ചെയ്യാൻ വേണ്ട ടെമ്പറേച്ചർ, അതിനെയാണ് നമ്മൾ സാറ്റുറേഷൻ ടെമ്പറേച്ചർ എന്നൊക്കെ വിളിക്കുന്നത്. ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളായിട്ട് 15-16 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അറ്റ്മോസ്ഫിയറിൽ വാട്ടർ വേപ്പർ എങ്ങനെയായിരിക്കും ഇരിക്കുക? സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലായിരിക്കും. കാരണം അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 27 ഡിഗ്രി സെൽഷ്യസ്. നമ്മുടെ ആ എയറിനകത്തുള്ള വാട്ടർ വേപ്പർ ബോയിലാകാൻ വേണ്ട ആ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 15 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ആ 27 ഡിഗ്രി സെൽഷ്യസ് എന്ന ആംബിയൻ്റ് ക്ലൈമറ്റിൽ ഓഫ് കോഴ്സ് നമ്മുടെ എയറിനകത്തുള്ള വാട്ടർ വേപ്പർ സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ സ്റ്റേറ്റ് അത് 0.1 ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. അത് സൂപ്പർ ഹീറ്റഡ് റീജിയനിൽ കാണുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അത് മസ്റ്റായിട്ടും ഓർത്ത് വെക്കുക. ഒന്നുകൂടെ പറയുന്നു, നമ്മളെടുക്കുന്ന എയറിനകത്തുള്ള വാട്ടർ വേപ്പർ അതിൻ്റെ പ്രഷർ വളരെ കുറവായതുകൊണ്ട് തന്നെ അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റും വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോയിലിംഗ് പോയിൻറ്റ് കുറവാണ്. അപ്പോൾ നമ്മൾ ആംബിയൻറ്റ് ക്ലൈമറ്റ് എന്ന് പറയുന്നത് ആ ബോയിലിംഗ് പോയിൻറ്റിനേക്കാളും വളരെ കൂടിയ ക്ലൈമറ്റ് ആയിരിക്കും. അതായത് നമ്മളെടുക്കുന്ന എയർ 27 ഡിഗ്രി സെൽഷ്യസ് ആണ് എങ്കിൽ നമ്മുടെ അതിനകത്തുള്ള വാട്ടർ വേപ്പറിൻ്റെ പാർഷ്യൽ പ്രഷർ കുറവായതുകൊണ്ട് തന്നെ അതിനകത്തുള്ള വാട്ടർ വേപ്പർ ബോയിലാകാൻ വേണ്ട ടെമ്പറേച്ചർ മേ ബി ഒരു 15-16 ആകാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ആംബിയൻറ്റ് കണ്ടീഷനിൽ നമ്മുടെ എയറിനകത്തുള്ള വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ വാട്ടർ വേപ്പർ, ഇവിടെ നമ്മൾ ഈ ടി എസ് ഡയഗ്രം വരച്ചിരിക്കുന്നത് കറസ്പോണ്ടിങ് ടു നമ്മുടെ വാട്ടറാണ്. അപ്പോൾ ആ വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലായിരിക്കും. അതാണ് 0.1 നമ്മൾ കാണിക്കുക. ഇനി അവിടെയുള്ള അതിൻ്റെ പാർഷ്യൽ പ്രഷറാണ് പി വി. ഇനി നമ്മൾ പറഞ്ഞു നമ്മൾ അതിനെ കൂൾ ചെയ്യുന്നു. കൂൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യം, നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ എയറിനെ കൂൾ ചെയ്യുന്നു. നമ്മൾ ആ എയറിനെ എടുത്തിട്ട് കൂൾ ചെയ്യുന്നു. കൂൾ ചെയ്യുമ്പോൾ അതിൻ്റെ പാർഷ്യൽ പ്രഷറിന് വ്യത്യാസം ഉണ്ടാകുന്നില്ല. കാരണം എന്താണ്? നമ്മൾ ആ എയറിലേക്ക് വാട്ടർ വേപ്പർ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വാട്ടർ വേപ്പർ റിമൂവ് ചെയ്യുന്നോ ഒന്നുമില്ല. ജസ്റ്റ് അതിനെ കൂൾ ചെയ്യുന്നു എന്ന് മാത്രം കരുതുക. അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കുന്നു? കോൺസ്റ്റൻറ്റ് പ്രഷറായിരിക്കും ഈ കൂളിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പതുക്കെ ഈ ആംബിയൻ്റ് എയറിനെ കൂൾ ചെയ്യുമ്പം അതിനകത്തുള്ള വാട്ടർ വേപ്പർ തണുക്കുന്നു. അത് കൂൾ ചെയ്ത് അത് സാറ്റുറേറ്റഡ് വേപ്പർ ലൈൻ വരെ എത്തുന്നു. ഓക്കെ, എഗെയിൻ പിന്നെയും നമ്മൾ കൂൾ ചെയ്യുമ്പോൾ പതുക്കെ എന്ത് സംഭവിക്കുന്നു? അത് വെറ്റ് വേപ്പർ റീജിയനിലേക്ക് മാറുന്നു. അല്ലെങ്കിൽ പതുക്കെ ആ വാട്ടർ വേപ്പർ കണ്ടൻസായി ലിക്വിഡ് ആകാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ, അതായത് എവിടെയാണോ ഈ ഡ്യൂ ഫോർമേഷൻ അല്ലെങ്കിൽ വാട്ടർ വേപ്പർ കണ്ടൻസ് ആകാൻ തുടങ്ങുന്ന ആ ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നേരെടുത്തു, ആ എയറിനെ കൂൾ ചെയ്യുമ്പോൾ പതുക്കെ ആ വാട്ടർ വേപ്പറിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞ് ആ വാട്ടർ വേപ്പർ കണ്ടൻസ് ആകാൻ തുടങ്ങുന്ന ആ ടെമ്പറേച്ചർ. അവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, ആ പാർഷ്യൽ പ്രഷറിന് ഒരു വ്യത്യാസവും ഉണ്ടാകുകയരുത്. എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള വാട്ടർ വേപ്പർ കണ്ടൻറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പി വി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിനെ കൂൾ ചെയ്യുമ്പോൾ അതിനകത്തുള്ള വാട്ടർ കണ്ടൻസ് ആകാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ടെമ്പറേച്ചറിനെയാണ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ എന്ന് വിളിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രാവിലെയൊക്കെ എണീക്കുമ്പോൾ വളരെ തണുത്ത ക്ലൈമറ്റ് ആണ് എങ്കിൽ ആ ടെമ്പറേച്ചർ കുറവായതുകൊണ്ടാണ് ഡ്യൂ ഫോർമേഷൻ ഉണ്ടായി പുല്ലുകളിലും അതുപോലെ ചിലന്തി വലകളിലൊക്കെ നമ്മൾ ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കാണുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു പെപ്സിയോ ഈ കാണുന്ന രീതിയിൽ സോഡയോ കുടിക്കുമ്പോൾ അതിൻ്റെ സർഫസിൽ വാട്ടർ ഫോർമേഷൻ ഉണ്ടാകുന്നത്. കാരണം എന്താണ്?
പെപ്സി അതിനകത്തുള്ള ലിക്വിഡ് ഓൾറെഡി തണുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ പെപ്സിയുടെ പുറത്ത് ആരാ ഉള്ളത്? നമ്മുടെ ആംബിയൻ്റ് എയർ ഉണ്ട്. അപ്പോൾ ആംബിയൻ്റ് എയർ ഈ സോഡയുടെ പുറത്ത് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ഗ്രാജുവലി കുറയുന്നു. അപ്പോൾ ആ എയറിനകത്തുള്ള വാട്ടർ വേപ്പർ കണ്ടൻസ് ആകാൻ തുടങ്ങുന്നു. അങ്ങനെയാണ് ഇത്തരത്തിൽ നമുക്ക് ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ഈ വളരെ തണുത്ത സോഡ അതിൻ്റെ പുറത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കാറൊക്കെ ഓടിക്കുകയാണ്. ഇപ്പോൾ നല്ല മഴയത്തോടെ നമ്മൾ കാർ ഓടിക്കുന്ന സമയത്ത് കാറിൻ്റെ ആ വിൻസ്ക്രീൻ്റെ പുറത്തെ സർഫസ് എന്ന് പറയുന്നത് എപ്പോഴും മഴവെള്ളമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു. നല്ല തണുത്ത മഴവെള്ളമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അകത്ത് ഒരു ഫോഗ് ഫോർമേഷൻ പോലെ ഫീൽ ചെയ്യുന്നു. അതിന് കാരണം എന്താണ്? അകത്തുള്ള ആ എയർ നമ്മുടെ ഗ്ലാസ്സുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നു. അപ്പോൾ ഗ്രാജുവലി ആ അകത്തുള്ള ഗ്ലാസ്സുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന എയർ തണുക്കുന്നു. തണുത്ത് പതുക്കെ ആ എയറിനകത്തുള്ള വാട്ടർ വേപ്പർ കണ്ടൻസ് ആകാൻ തുടങ്ങുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിൽ മഴയത്ത് കാർ ഓടിക്കുമ്പോൾ അകത്ത് കാണാൻ പറ്റാത്ത രീതിയിലൊരു ഫോഗ് ഫോർമേഷൻ പോലെ ഉണ്ടാകുന്നത്. പിന്നീട് നമ്മളത് ഹീറ്ററോ എ സിയോ ഓണാക്കി കഴിയുമ്പോൾ നമുക്ക് പതുക്കെ ആ ഒരു ടെമ്പറേച്ചർ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചറിനേക്കാളും ഒന്നുകിൽ എബോയിലേക്ക് പോകാൻ സാധിക്കുന്നു. അപ്പോൾ എബോയിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു ഇത് കിട്ടുന്നു, ക്ലിയർ ആയിട്ടുള്ളൊരു വിഷൻ കിട്ടുന്നു. അപ്പോൾ അതാണ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചറിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പം വാട്ടർ വേപ്പർ എയറിനകത്തുള്ള അല്ലെങ്കിൽ മോയിസ്റ്റ് എയറിനകത്തുള്ള ആ ഒരു വാട്ടർ വേപ്പർ കണ്ടൻസ് ആകാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ടെമ്പറേച്ചർ. ഇവിടെയും കാണുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷർ കൂളിംഗ് ഓഫ് മോയിസ്ചർ ആൻഡ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ ഓൺ TS ഡയഗ്രാം ഓഫ് വാട്ടർ. അപ്പോൾ നമ്മളിതാണ് കാണുന്നത്, നമ്മുടെ വാട്ടർ വേപ്പറിനെ കൂൾ ചെയ്ത് അത് എപ്പോഴാണോ കണ്ടൻസ് ആകാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ടെമ്പറേച്ചറാണ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ. When the temperature of a cold drink is below the dew point temperature of the surrounding air, it sweats. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഈ പോയിന്റ് പറയുന്നത്. ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ മറ്റൊരു വാക്ക് പറയുന്നത് ഇറ്റ് ഈസ് ദ സാറ്റുറേഷൻ ടെമ്പറേച്ചർ കറസ്പോണ്ടിങ് ടു ദ പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ. അതായത് ഈ PV എന്ന് പറയുന്നത്, അതായത് ഇത്രയും ഫുൾ പ്രോസസ്സ് നടക്കുന്നത് ഒരൊറ്റ പ്രഷറാണ്. ആ പ്രഷറാണ് PV. അപ്പോൾ PVക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാറ്റുറേഷൻ ടെമ്പറേച്ചർ എന്താണോ, ഇതാണ് സാറ്റുറേഷൻ ടെമ്പറേച്ചർ. അതായത് ഫേസ് ചേഞ്ച് നടക്കുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ സാറ്റുറേഷൻ ടെമ്പറേച്ചർ എന്ന് വിളിക്കുക. ഈ സാറ്റുറേഷൻ ടെമ്പറേച്ചറാണ് നമ്മുടെ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ആ വാക്കിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമുക്ക് സ്റ്റീം ടേബിളിൽ നിന്ന് നമുക്ക് ഈ PV എന്ന് പറയുന്ന വാല്യൂ കിട്ടുക എന്ന് വിചാരിച്ചോ. അതായത് നമുക്ക് നിങ്ങൾ സ്റ്റീം ടേബിൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു കോളത്തിൽ പ്രഷർ കാണും, ഒരു കോളത്തിൽ ടെമ്പറേച്ചർ കാണും. അപ്പോൾ നമുക്ക് ഈ PV വാല്യൂ എങ്ങനെയെങ്കിലും കിട്ടിയെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ PVന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ നേരെ സൈഡിൽ കാണുന്ന ടെമ്പറേച്ചർ എന്താണോ ആ ടെമ്പറേച്ചറാണ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ. ദെൻ വാട്ടർ വേപ്പർ ഇൻ എയർ എക്സിറ്റ്സ് ഇൻ ദ സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റ് and the moisture containing moisture in superheated steam form is said to be unsaturated air. അതായത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് നമ്മളെടുക്കുന്ന എയറിനകത്ത് ഉള്ള വാട്ടർ വേപ്പർ സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലാണ് എന്ന് പറയുന്നത്. അത് കാരണം നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ നമ്മളെടുക്കുന്ന എയർ അത് സാറ്റുറേറ്റഡ് എയർ അല്ല എങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേരാണ് അൺസാറ്റുറേറ്റഡ് എയർ. സാറ്റുറേറ്റഡ് എന്ന് പറഞ്ഞാൽ ആ എയറിനകത്ത് അതിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും മാക്സിമം ലിമിറ്റ് ഓഫ് വാട്ടർ വേപ്പർ ഉണ്ട് എങ്കിൽ നമ്മൾ അതിനെയാണ് സാറ്റുറേറ്റഡ് എയർ എന്ന് വിളിക്കുക. അപ്പോൾ ഒരു അൺസാറ്റുറേറ്റഡ് എയർ ആണ് നമ്മുടെ കയ്യിലുള്ളത് എങ്കിൽ ആ എയറിനകത്തുള്ള വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റഡ് ആയിരിക്കും. അപ്പോൾ തിരിച്ച് നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാം, അങ്ങനെയെങ്കിൽ സാറ്റുറേറ്റഡ് ആയിട്ടുള്ള ഒരു എയർ ആണ് നമ്മുടെ കയ്യിലുള്ളത് എങ്കിൽ അതിനകത്തുള്ള വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റഡ് അല്ലേ എന്നൊരു ചോദ്യം ചോദിക്കാം. അതിനുള്ള റീസൺ അടുത്ത ക്ലാസ്സിലായിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ഇത്രയും ഓർക്കുക, നമുക്ക് കിട്ടുന്ന ഒരു എയർ അറ്റ്മോസ്ഫിയറിൽ നിലയ്ക്കുന്ന എയർ മിക്കവാറും കേസിൽ അത് സാറ്റുറേറ്റഡ് അല്ല. കാരണം അതിനകത്ത് 100% മോയ്സ്ചർ ഒന്നും ഉണ്ടാവില്ല. എന്നുവെച്ചാൽ അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും മാക്സിമം എമൗണ്ട് മോയ്സ്ചർ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എയറൊക്കെയും അൺസാറ്റുറേറ്റഡ് ആയിരിക്കും. അങ്ങനെയുള്ള അൺസാറ്റുറേറ്റഡ് എയറിൽ ഉള്ള വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് എപ്പോഴും സൂപ്പർ ഹീറ്റഡ് ആയിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കി.
ഇനി അടുത്തത് ഫോർ സാറ്റുറേറ്റഡ് എയർ. അപ്പം നമ്മളിനി സാറ്റുറേറ്റഡ് എയർ എടുക്കുക. ഫോർ സാറ്റുറേറ്റഡ് എയർ ദ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ആൻഡ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ ഈസ് സെയിം. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു, ഒരു സാറ്റുറേറ്റഡ് എയർ ആണെങ്കിൽ ഡ്രൈ ബൾബും വെറ്റ് ബൾബും സെയിം ആണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ അത് നമുക്ക് മനസ്സിലായി. പക്ഷേ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചറും എങ്ങനെ സെയിം ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് ഒരു മാർഗമുണ്ട്. നമുക്കൊരു ഡയഗ്രം തന്നെ എടുക്കാം. ഈ ഡയഗ്രം തന്നെ ടെമ്പറേച്ചർ എൻട്രോപ്പി ഈ ഒരു ഡയഗ്രത്തിലൂടെ തന്നെ ഞാനത് മനസ്സിലാക്കി തരാം. നമ്മൾ ഒരു എയർ എടുത്തു ആംബിയൻ്റ് ചെയ്ത്, അത് അൺസാറ്റുറേറ്റഡ് എയർ ആയിരിക്കും. ആ എയറിനെ നമുക്ക് സാറ്റുറേറ്റഡ് ആക്കി മാറ്റണം. എന്ന് പറഞ്ഞാൽ സാറ്റുറേറ്റഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ സാറ്റുറേറ്റഡ് എയർ പറയാൻ നേരത്ത് പറഞ്ഞിരുന്നു, ആ എയറിനകത്ത് മാക്സിമം എത്ര എമൗണ്ട് വാട്ടർ വേപ്പർ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നോ അതിനെ സാറ്റുറേറ്റഡ് എയർ എന്ന് വിളിക്കുന്നു. പക്ഷെ ഒരു കണ്ടീഷനും കൂടെ പറയുന്നുണ്ട്, അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. അതായത് നമ്മൾ എടുക്കുന്ന ആ എയർ, ആ അൺസാറ്റുറേറ്റഡ് എയറിനെ നമ്മൾ സാറ്റുറേറ്റഡ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ ആ അൺസാറ്റുറേറ്റഡ് എയർ ഏത് ടെമ്പറേച്ചറിലാണോ ഇപ്പോൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആ ആംബിയൻ ടെമ്പറേച്ചർ എന്താണോ അതേ ടെമ്പറേച്ചറിൽ തന്നെ വേണം അതിനെ സാറ്റുറേറ്റഡ് സ്റ്റേറ്റിലേക്ക് മാറ്റാൻ. അതാണ് ഒരു കണ്ടീഷൻ ഉള്ളത്. അപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ അൺസാറ്റുറേറ്റഡ് എയറിൻ്റെ കണ്ടീഷൻ 0.1 ആണ്. ഞാൻ അതിനെ സാറ്റുറേറ്റ് ചെയ്യാൻ പോകുന്നു. പക്ഷേ അതിൻ്റെ ടെമ്പറേച്ചറിന് വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. അതിനെ ഞാൻ സാറ്റുറേറ്റഡ് ആക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് ഞാൻ വാട്ടർ വേപ്പർ ആഡ് ചെയ്യുന്നു. പക്ഷേ വാട്ടർ വേപ്പർ ആഡ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു മോയിസ്റ്റ് എയർ അതിൻ്റെ ടെമ്പറേച്ചർ മാറാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം. അങ്ങനെ മോയിസ്ചർ ആഡ് ചെയ്യുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഈ പാർഷ്യൽ പ്രഷർ ഓഫ് ദ വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളത് പിന്നീട് പഠിക്കും, എങ്കിലും ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ തരുന്നു. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ, അൺസാറ്റുറേറ്റഡ് എയറിൻ്റെ അവസ്ഥ 0.1 ആണ്. അപ്പം ഞാൻ വാട്ടർ വേപ്പർ ആഡ് ചെയ്യുന്തോറും ഈ PV എന്ന് പറയുന്നത് കൂടുന്നു. PV കൂടുന്നു, പക്ഷേ ടെമ്പറേച്ചർ മാറാൻ പാടില്ല. അതായത് ഇപ്പോൾ 1 എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷനിലെ ടെമ്പറേച്ചർ T1 ആണ്. അപ്പോൾ T1 മാറാനും പാടില്ല. അപ്പം ഞാൻ ഗ്രാജുവലി വാട്ടർ വേപ്പർ ആഡ് ചെയ്യുന്തോറും നമ്മുടെ പ്രോസസ്സ് പോകുന്ന ഈ രീതിയിലായിരിക്കും. ഇങ്ങനെ പോയി വാട്ടർ വേപ്പർ ആഡ് ചെയ്ത് ഏറ്റവും അവസാനം അത് സാറ്റുറേറ്റഡ് ലിക്വിഡ് ലൈൻ വരെ എത്തുന്നു. ഈ ഒരു കണ്ടീഷൻ, ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു കണ്ടീഷൻ, അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ എന്താ, T1 തന്നെയാണ്. അവിടെയുള്ള പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് PS ആയിരിക്കും. കാരണം ഈ ഒരു പോയിൻ്റ് എത്തിയപ്പോഴത്തേക്കും നമ്മുടെ അൺസാറ്റുറേറ്റഡ് എയർ സാറ്റുറേറ്റഡ് എയറായി മാറി. അവിടെ ടെമ്പറേച്ചറിന് വ്യത്യാസമുണ്ടോ? ഇല്ല, T1 തന്നെയാണ്. അവിടെ പാർഷ്യൽ പ്രഷറിന് വ്യത്യാസമുണ്ടോ? യെസ്. PV എന്ന് പറയുന്ന പാർഷ്യൽ പ്രഷറിൽ നിന്ന് PS എന്ന് പറയുന്ന പാർഷ്യൽ പ്രഷറായി മാറി. കാരണം വാട്ടർ വേപ്പർ ആഡ് ചെയ്യുന്നതോറും പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ ഇൻക്രീസ് ചെയ്യുന്നു. സോ PS എന്ന് പറയുന്ന ആ സാറ്റുറേറ്റഡ് കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർഷ്യൽ പ്രഷറായി മാറി. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ ഈ പോയിന്റിൽ എന്ത് സംഭവിക്കുന്നു, കാരണം ഇനിയും നമ്മൾ ഇവിടുന്ന് കുറച്ചും കൂടെ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഉടനെ വാട്ടർ ഡ്രോപ്ലെറ്റ് ഫോർമേഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഡ്യൂ ഫോർമേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു സാറ്റുറേറ്റഡ് കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവത്തിൽ എന്ത് മനസ്സിലാകും, ഡ്രൈ ബൾബും വെറ്റ് ബൾബും ഓൾറെഡി സെയിം ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചറും സെയിം അല്ലേ? കാരണം ഇവിടുന്ന് കുറച്ചുകൂടെ പുറകോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ തണുക്കുകയാണ് എന്നൊരു കേസ് വരികയാണെങ്കിൽ വാട്ടർ ഡ്രോപ്ലെറ്റ് ഫോർമേഷൻ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറ്റുറേറ്റഡ് എയറിൽ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നതും ഡ്രൈ ബൾബ് എന്ന് പറയുന്നതും വെറ്റ് ബൾബ് എന്ന് പറയുന്നതും ഒരൊറ്റ ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുക, ഫോർ സാറ്റുറേറ്റഡ് എയർ ദ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ആൻഡ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ ഈസ് സെയിം. ഇനി അടുത്തതാണ് ഡ്യൂ പോയിൻ്റ് ഡിപ്രഷൻ. നമ്മൾ ഡ്രൈ ബൾബ് വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് പറഞ്ഞ പോലെ ഡ്യൂ പോയിൻ്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. അപ്പോൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഡ്യൂ പോയിൻ്റ് ഡിപ്രഷൻ എന്ന് പറയുക. ഇനി അടുത്തത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി തുടങ്ങിയ കാര്യങ്ങളാണ്
നമ്മൾ അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.